നമസ്കാരം. ഒരുപാട് വിഷമത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ഒരുങ്ങുന്നത്. അതായത് കേരളത്തിനെ ആകെ നടുക്കത്തിൽ ആഴ്ത്തിയ ഒരു കൊലപാതക സംഭവം. ഒരു 23 വയസ്സുകാരൻ നിർദാക്ഷിണ്യം ഒരു 5 ഫാമിലി മെമ്പേഴ്സിനെ കൊന്നൊടുക്കിയ, അതും എങ്ങനെയാണ് വളരെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പൈശാചികമായിട്ടുള്ള രീതിയിൽ കൊന്നൊടുക്കി. സത്യത്തിൽ എല്ലാ കേരളീയരും മനുഷ്യർ ആകമാനം തന്നെ നാണിച്ച് തല കുനിക്കേണ്ട ഒരു സംഭവമായി അത്. നമ്മള് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒന്നിനും ഒരു ഉത്തരം കാണാൻ ശ്രമിക്കുകയല്ല. ഉത്തരം കാണാൻ ഞാൻ ആളല്ല, സമർത്ഥയുമല്ല. പക്ഷേ ഏകദേശം ആ പ്രായം വരുന്ന ഒരു കുട്ടികളുടെ അമ്മ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പൊതുവെ ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് മനുഷ്യരോട് പൊതുവെ സ്നേഹം എന്നുള്ള ഒരു വികാരം കൂടുതലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിനെന്തായിരിക്കും കാരണം, എവിടെയാണ് നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള, നിങ്ങളോട് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു സംവാദം തുറന്നു വയ്ക്കാനുള്ള ഒരു ശ്രമം മാത്രമാണിത്. എനിക്കിതിന്റെ ഉത്തരങ്ങൾ അറിഞ്ഞുകൂടാ. എവിടെയാണ് പാളിച്ചകൾ പറ്റുന്ന, തെറ്റുകൾ സംഭവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതിലേക്ക് ഒരു നോട്ടം എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഈ വയലന്റ് ബിഹേവിയർ അല്ലെങ്കിൽ അക്രമാസക്തമായിട്ടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുന്നുണ്ട് ഇത്തരം പൈശാചികമായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ. അത് മാനസിക അക്രമങ്ങളാവാം, ശാരീരിക അക്രമങ്ങളാവാം, അല്ലെങ്കിൽ ലൈംഗിക അക്രമങ്ങളാവാം. അത് നമ്മൾ വളരെ സാധാരണയായിട്ട് കാണാറുണ്ട്. കാമുകൻ കാമുകിയെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ചു, അല്ലെങ്കിൽ കുത്തി കൊലപ്പെടുത്തി. ഇത്തരത്തിലായിട്ടുള്ള സ്നേഹം എന്നുള്ള ഒരു വികാരം നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട സ്ഥാനത്ത് ഒരു കൊലപാതകമായിട്ടാണ് അത് മുൻപിൽ വരുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാരണങ്ങൾ ഒരു വ്യക്തിയെ മാത്രം നമുക്ക് ലേബൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മാത്രം വൈകല്യമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കുമോ? ഇതിൽ പലരും ഉത്തരവാദികളല്ലേ? മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ പഠന വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ, അതിനോടൊപ്പം തന്നെ ഇവരുപയോഗിക്കുന്ന റിക്രിയേഷണൽ ഡ്രഗ്സ്, അങ്ങനെ പലതും. സമൂഹം ആകമാനം തന്നെ ഇതിൽ റെസ്പോൺസിബിൾ അല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് നമ്മൾ ശാസ്ത്രീയമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ വയലന്റ് ബിഹേവിയേഴ്സ് അല്ലെ അക്രമാസക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില തിയറീസ് ഉണ്ട്, ചില മനഃശാസ്ത്രപരമായ കാരണങ്ങൾ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ആദ്യത്തേത് ഒരു കെമിക്കൽ ഹൈപ്പോത്തിസിസ് ആണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള ചില കാരണങ്ങൾ. ചിലർക്ക്, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോണിന്റെ ആധിക്യം, അല്ലെങ്കിൽ സിറോട്ടോണിൻ എന്ന് പറയുന്ന മനസ്സ് ശാന്തമാക്കുന്ന തരത്തിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും, ബ്രെയിനിലെ ചില കെമിക്കൽസ് ആണ്. ഇവ ഉണ്ടെങ്കിലാണ് നമ്മുടെ ബ്രെയിനിന് ഒരു സപ്രഷൻ ഉണ്ടാകുന്നത്. അതായത് ചില കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുന്ന ചില കെമിക്കൽസ് ആണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത്യാവശ്യത്തിന് ബ്രെയിനിൽ ഇല്ലാതിരിക്കുക, ഇത് ചില ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അധീനതയിൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ്. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ചില മസ്തിഷ്കപരമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിലർക്ക് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ, വാഹന അപകടങ്ങളിലൊക്കെ പെട്ട് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പെരുമാറ്റ രീതികൾ വരുമ്പോൾ നമ്മൾ അതിന്റെ കാരണങ്ങൾ തേടി ചെല്ലുമ്പോൾ കാണുന്ന ചില കാരണങ്ങളാണിത്. അപ്പൊ അതിനപ്പുറത്തോട്ട് ചില സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹികമായിട്ട്, കുടുംബപരമായിട്ട്, ജനിതകമായിട്ടുള്ള പല പല കാരണങ്ങൾ ഉണ്ടാവാം. ഇതിനകത്ത് ജനിതക കാരണങ്ങൾ, ചില ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാം. അത് നമ്മൾ അതിനെക്കുറിച്ച്, അതിനൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിൽ തീർച്ചയായിട്ടും ഉള്ളത് ഒരു നല്ല കൗടുംബികമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, അല്ലെ കുടുംബത്തിൽ നല്ല ഒരു ശാന്തതയുള്ള, ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് എല്ലാം കൊണ്ടും സഹായിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുക. സമൂഹത്തിൽ അതുപോലെ ഒരു കുട്ടിയെ, എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അവന് തിരുത്തി മുന്നോട്ട് നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക. ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം.
ഇതിനകത്ത് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന പ്രത്യേകിച്ചും കുട്ടിയുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, അവരുടെ സ്വരച്ചേർച്ച കുറവുകൾ, അല്ലെങ്കിൽ ഒരാൾ ഒരുപാട് അതോറിറ്റേറ്റീവ് ആകുന്നത്, അല്ലെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്, കുട്ടിയെ തീരെ ശ്രദ്ധിക്കാതെ വരുന്നത്, അങ്ങനെയൊക്കെ. പിന്നെ ചില നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയും, അതാ ഞാൻ മാത്രം. ചിലര് പിന്നെ അമ്മയോ അച്ഛനോ അങ്ങനെ ഞാൻ എന്ന ഒരു ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ വീട്ടിൽ ഉണ്ടാകുക. ഇവരിൽ നിന്നെല്ലാം കുട്ടിക്ക് ചില ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയും, അതായത് കൗമാരാവസ്ഥ വരെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില വേദനാജനകമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിലൂടെ കുട്ടി പഠിക്കുന്ന ചില പാഠങ്ങൾ, അല്ലെ ചില പടുത്തുയർത്തുന്ന ചില ഡിഫൻസസ്, ഇവയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വയലന്റ് ബിഹേവിയറിന് കാരണമാവാം. അപ്പോൾ ഒരു ശാന്തമല്ലാത്ത കുടുംബ പശ്ചാത്തലം, അച്ഛനും അമ്മയും നിരന്തരം വാക്തർക്കം അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അക്രമങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ അമ്മയെ മർദ്ദിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരമായി കണ്ടു വളരുന്ന കുട്ടികൾ കൂടുതൽ അക്രമാസക്തരായി കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നത് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകളുള്ള, അല്ലെ സാമ്പത്തികമായിട്ട് ഒരുപാട് പിരിമുറുക്കം നേരിടുന്ന വീടുകളിൽ കുട്ടികളും ആ പിരിമുറുക്കം അവർക്കും അത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അത്തരത്തിൽ അനുഭവപ്പെടുമ്പോൾ അത് തന്നെ ഒരു ഇമോഷണൽ സ്ട്രെസ്സായി മാറാറുണ്ട്. ചില വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ നിന്ന് പോലും കുട്ടികൾക്കുണ്ടാകാറുണ്ട്. അതിനോടൊപ്പം തന്നെ ചില മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അമിതമായ ഉത്കണ്ഠ, അല്ലെ ഡിപ്രഷൻ, അല്ലെങ്കിൽ വിഷാദ രോഗം, അല്ലെ PTSD എന്ന് പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ചില നാച്ചുറൽ കലാമിറ്റീസ് ഉൾപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരു മാനസിക ആഘാതം, അതൊരിക്കലും ആ മുറിവുണങ്ങാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വയലന്റ് ബിഹേവിയേഴ്സിലേക്ക് അത് നയിക്കും എന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ അതൊരു വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുമുണ്ട്, പലരുടെയും കഥ നമ്മൾ പഠിച്ചു നോക്കിയാൽ. അപ്പൊ ഇത്തരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്കൂളുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു കുട്ടിയെ നല്ലോണം പഠിക്കാത്ത കൊണ്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക, അതിനെ മാർജിനലൈസ് ചെയ്യുക. ഇപ്പൊ സ്കൂളിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കരിക്കുലത്തിന്റെ പഠനം, പുസ്തകങ്ങൾ പഠിപ്പിക്കുക, അൽജബ്ര പഠിപ്പിക്കുക, ഒരുപാട് ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതിന്റെ കൂടെ തന്നെ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ചില കലകൾ, അല്ലെങ്കിൽ ചില ട്രിക്സ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, അതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച്. സോഷ്യൽ മീഡിയയെ എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട്, ഉത്തരവാദിത്തമായിട്ട് എത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു കാര്യവും കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഈ കമ്പ്യൂട്ടർ പഠനത്തിനെ കുറിച്ച് ഇതിന്റെ കൂടെ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ചില രാഷ്ട്രങ്ങളൊക്കെ, സ്വീഡൻ പോലുള്ള ചില രാഷ്ട്രങ്ങളൊക്കെ സത്യത്തിൽ പേനയും പേപ്പറും മതി, സാധാരണ ബ്ലാക്ക് ബോർഡും മതി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ അമിതമായ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗവും കമ്പ്യൂട്ടറിന്റെ ഉപയോഗവും ഗുണത്തെക്കാൾ ദോഷം ചെയ്യുന്നു എന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന്റെ അമിത ഉപയോഗം എത്രത്തോളം ശാസ്ത്രീയമായി നോക്കുമ്പോൾ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നു എന്നൊന്ന് ആലോചിക്കേണ്ട കാലഘട്ടം കൂടിയാണ് ഇത്. അപ്പോ ഇത്തരത്തിലുള്ള പല സോഷ്യൽ മീഡിയയുടെ വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് ആണുള്ളത്, അല്ലേ? ഗെയിംസ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, വെടിവെപ്പും, ചിലരെ മാക്സിമം ആൾക്കാരെ കൊന്നൊടുക്കുന്നത് ആണ് ഒരു ജയം എന്ന് കാണിക്കുന്ന പല വീഡിയോ ഗെയിംസും ഉണ്ട്. അത് പലരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിൽ, അതുപോലെ തന്നെ ചില കമ്മ്യൂണിറ്റീസിൽ, ചില സമൂഹങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ടില്ല, അവന് 2 ഇടി അടിച്ചു, അവനെ നിരപ്പാക്കി എന്ന് പറയുന്നത് ഒരു പുരുഷത്വത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കുന്ന ചില സാമൂഹിക വ്യവസ്ഥകളും നിലവിലുണ്ട്, ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വയലൻസിനെ നോർമലൈസ് ചെയ്യുവാണ്. വയലൻസ് ഒരു അത്ര തെറ്റില്ലാത്ത കാര്യമാണ്, എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കത് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ നിലവിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം തന്നെ
മറ്റൊരു കാര്യം റിക്രിയേഷണൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ്, അമിതമായിട്ടുള്ള ആൽക്കഹോൾ, മദ്യത്തിന്റെ ഉപയോഗം, ഇവയെക്കുറിച്ച് ഇത് സമൂഹത്തിന് ഏറെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവയെ തടയിടാൻ എന്ത് ചെയ്താലും പോരാ. കാരണം ഇവയെല്ലാം നമ്മുടെ ഇൻഹിബിഷൻ, അതായത് നമുക്കിത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഈ തെറ്റ് ഞാൻ ചെയ്തുകൂടാ എന്നുള്ള ഒരു ഇൻഹിബിഷൻ എടുത്തു മാറ്റുന്ന ഒരു സംഗതികളാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെല്ലാം തന്നെ. തെറ്റും ശരിയും തമ്മിലുള്ള വിവേചനം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് തടയിടുന്ന ഒരു മെക്കാനിസം തന്നെ തകരാറിലാക്കുന്നതാണ് ലഹരി വസ്തുക്കൾ. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ഒരു വ്യക്തി മാത്രമല്ല, സമൂഹം, അതായത് ഈ കുട്ടിയിൽ പിന്നെ ഇത്തരത്തിലുള്ള ചില വയലൻസ് നോർമലൈസ് ആക്കുന്ന ധാരണകൾ നിറയ്ക്കുന്ന സമൂഹം, അസ്വസ്ഥമായ കുടുംബങ്ങൾ, ശക്തമല്ലാത്ത കുടുംബ ബന്ധങ്ങൾ, വീട്ടിൽ കുട്ടി കാണാനാകുന്ന പിന്നെ വയലന്റ് ആയിട്ടുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ ചില വീഡിയോ ഗെയിംസ് പോലെ അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള സിനിമകളും സീരീസുകളും, പിന്നെ വെടിവെച്ചെല്ലാം ശരിയാക്കാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല സാമൂഹിക മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഇടപെടൽ, ഇവയെല്ലാം തന്നെ കാരണമാണ് ഒരു വ്യക്തി വയലന്റ് ആവുന്നത് അല്ലെ അക്രമാസക്തനാവുന്നത്. ആ വ്യക്തിയെ മാത്രം പിശാചായിട്ട് നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അതിൽ ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി ചില പ്രവർത്തനങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ കാണുമ്പോൾ അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള സഹായം അല്ലെ ഒരു വൈദ്യശാസ്ത്ര സഹായം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അക്രമാസക്തനായ ചെറുപ്പത്തിൽ തന്നെ സാധനങ്ങൾ വലിച്ചെറിയോ, പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളോട് തന്നെ പെട്ടെന്ന് ഒരു പെരുമാറ്റ വ്യത്യാസം വരിക, അല്ലെങ്കിൽ ക്ലാസ്സുകൾ പൂർത്തീകരിക്കാതെ പോവുക, പഠനത്തിൽ താല്പര്യമില്ലാതെ പോവുക, ഒരു ഇമോഷണൽ കണക്ഷൻ ആയിട്ടില്ല, അല്ലെ ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നില്ല കുട്ടിക്ക്. ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെ വിഷാദ രോഗിയാണെങ്കിൽ, മിണ്ടാതിരുന്നിട്ട് പെട്ടെന്നൊരു ഒരു 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 പൊട്ടിത്തെറി ഉണ്ടാകുന്ന കുട്ടികൾ, അത്തരത്തിലൊക്കെ ചിലപ്പോൾ നമുക്ക് അത്തരം കുട്ടികളിലൊക്കെ ഒരു വൈദ്യശാസ്ത്ര സഹായം തന്നെ തേടേണ്ടി വരും. അപ്പോൾ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിയുമ്പം, ഒരു അക്രമം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ആ വ്യക്തിയെ മാത്രം പഴിചാരി രക്ഷപ്പെടാൻ സാധിക്കില്ല. മാതാപിതാക്കളും കൂട്ടുകാരും അധ്യാപകരും എല്ലാവരും ചേർന്ന ഈ സമൂഹം അതിനൊരു പരിധിവരെ ഉത്തരവാദിയാണ്. അപ്പോൾ ഇത്തരത്തിലെ ഇൻസിഡൻസിനെ ഒറ്റപ്പെട്ട ഒരു ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് എടുക്കാതെ, നമ്മുടെ സമൂഹം നടന്ന് നീങ്ങുന്ന ഒരു വിപത്ത്, അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ലഹരിക്ക് എതിരെ ഒരു യുദ്ധം അത്യാവശ്യം തന്നെയാണ്. നല്ല കാര്യങ്ങളിൽ, പഠനത്തിൽ, അല്ലെ കളികളിൽ, അല്ലെങ്കിൽ സംഗീതത്തിൽ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ലഹരി കണ്ടെത്താൻ സാധിക്കട്ടെ. സഹജീവികളോട് അവർക്ക് കൂടുതൽ സ്നേഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു.